ശ്രീമതി മാളവിക ബിന്നി, ഇവിടെ ഇന്നലെ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് ശേഷം മുകേഷിൻ്റെതായി വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്ക് കള്ളം ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇതൊരു വിജയമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. നിയമ പോരാട്ടം തുടരുമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച്, ആരോപണ വിധേയരെ സംബന്ധിച്ച് ഇത് പ്രാഥമികമായി ഒരു ലീഗൽ ഫൈറ്റിൽ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജായി തന്നെയാണ് അവർ കാണുന്നത്. അത് അവർക്ക് മുന്നോട്ട് പോകുമ്പോഴും ആ നിലയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന പ്രതീക്ഷ അവരിൽ ജനിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ പരാതിക്കാരെ സംബന്ധിച്ച് കോടതി ഈ ബെയിൽ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടെ ചെറിയ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ ചർച്ചയാകുന്നു. ഇതൊരു നേരത്തെ മുതൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഓരോ ഇരയും അവർ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം നടപടികൾ വരുമ്പോൾ അവർ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇന്നലത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടിയെയും അതിനെ തുടർന്നുള്ള ചർച്ചകളെയും കോടതിയുടെ പരാമർശങ്ങളെയും കാണുന്നത്? ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വിധിയല്ലല്ലോ, ഈ ഒരു ഇന്ററിം ബെയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ജഡ്ജ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ ദിലീപ് കേസിലുള്ള അതേ ജഡ്ജ് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരാളെ ഇനിയും ഒരു സെക്ഷൽ അലിഗേഷൻ കേസിൽ ജഡ്ജാക്കാവോ എന്ന് എനിക്കറിയില്ല. എറണാകുളം സെഷൻസ് കോർട്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ. അതിപ്പം ഞാൻ ഇവിടെ പറഞ്ഞത് കോടതി അലക്ഷ്യം ആകുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല. ദിലീപ് കേസിൽ അതേ ജഡ്ജാണ് ഇവിടെയും ബെയിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ അത് വളരെ സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ഒരു ഇന്ററിം ബെയിലായിട്ടാണ് ഞാൻ അതിനെ വായിക്കുന്നത്. കാരണം നിരന്തരമായിട്ട് പ്രഡേറ്റേഴ്സിന്റെ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള വിധിപ്പുറപ്പാടുകളാണ് ഈ ഒരു ജഡ്ജിന്റെ കയ്യിൽ നിന്ന് ആക്ട്രസ് അസോൾട്ട് ആയിട്ടുള്ള കേസിൽ വന്നിട്ടുള്ളത്. ഒന്ന്. രണ്ട്, നമ്മൾ ഈ ആക്ട്രസിന്റെ അസോൾട്ട് കേസിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു സിനിമ, ദിലീപിന്റെ ഒരു സിനിമ വരികയും എല്ലാവരും പറഞ്ഞു, ഓക്കെ ദിലീപിന്റെ സിനിമയായിട്ട് കാണരുത്, ആ സിനിമ വിജയിക്കണം, അതിന്റെ പുറകിലുള്ള പ്രൊഡ്യൂസറിന്റെ കണ്ണുനീര് കാണണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ സിനിമ ഏറെക്കുറെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ദിലീപ് ജയിച്ചു എന്നുള്ള ഒരു പ്രതീതി കേരളത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് 5 years കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാകുകയാണ് ആ കേസിൽ നടന്ന എല്ലാ കള്ളക്കളികളും ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഫിലിം സ്റ്റാർസ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ജയിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതിന് തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക്, ഇവരുടെ ഉള്ളിൽ എത്ര കള്ളത്തരം ഉണ്ടെങ്കിലും, ഇവരുടെ ഉള്ളിൽ എത്ര പതറിച്ച ഉണ്ടെങ്കിലും ആ ഒരു ഇമേജ്, ഞാൻ ക്ലീൻ ആണ് എന്നുള്ള ഒരു ഇമേജ് ഇവർ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുമല്ല, നമ്മളൊന്ന് നോക്കണം, പലപ്പോഴും ഈ അലിഗേഷൻസ് വരുമ്പോൾ ഈ അലിഗേഷൻസ് തെളിയിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം ഈ സ്ത്രീയുടെ ചുമലുകളിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ഈ ഒപ്രസറുടെ അല്ലെങ്കിൽ ഈ ചൂഷകൻ ഈ തെളിവുകൾ ഹാജരാക്കണമെന്ന് പറയാത്തത്? ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഈ ഡിസ്ക്രിപ്പൻസി ആണല്ലോ, അതായത് മൊഴിയിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. പക്ഷെ ഒരു നോർമൽ ആളുടെ ടെസ്റ്റിമോണിയിൽ വൈരുദ്ധ്യങ്ങൾ വരും. അതിപ്പോൾ നിങ്ങൾ ഒരു പോലീസുകാരനാണെങ്കിലും, ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും, ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും, സൈക്കോ അനലിസ്റ്റ് ആണെങ്കിലും, ഇപ്പം നമ്മൾ ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾ വളരെ നോർമൽ, നിങ്ങളൊരു സൈക്കോപാത്ത് അല്ലാത്ത, പറഞ്ഞ് പഠിച്ച കാര്യങ്ങൾ വിശ്വസിക്കാത്ത, ശരിക്കും ഒരു ഇൻസിഡന്റിൽ കൂടെ പോയ അല്ലെങ്കിൽ ട്രോമ നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ പോയ ഒരാളാണെങ്കിൽ നിങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യം വരും. നമ്മളെല്ലാം ഹ്യൂമൺ ആണ്. ആ വൈരുദ്ധ്യങ്ങൾ പിടിച്ചിട്ട് ഇവർ പറയുന്നതിൽ കൺസിസ്റ്റൻസി ഇല്ലാത്തത്